Good morning, guys. Good morning. गुड मॉर्निंग फ्रॉम ससुराल गाइस। ससुराल मीन्स मेरा घर। ये है हमारा गर्दन है। मेरा ब्रदर ने इतना अच्छा से बना के रखा है। लड़की है लड़की, वो भी है, वो है ओसीडी ने क्या बोलते हैं ना, क्या बोलते हैं, क्लीन करते हैं ना पूरा। आई डोंट हैव एनी आइडियाज लाइक दिस। Looking so beautiful. നമ്മുടെ വീട് നമ്മുടെ വീട്. വീട് ये कैसे फंस गया, देखो इसको दिखाओ, इसको दिखाओ, इसको। वो जैसे वो सुसाइड कर रहा है जैसा लग रहा है। मेरे मैडम ചായ ആയിട്ട് വരുന്നുണ്ട്. മാഡം ഇല്ല, ചായ ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരു സംഭവമുണ്ട് ഗൈസ്. വില്ലേജിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും ഉറങ്ങത്തില്ല, ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. क्या चाहिए? वो अच्छा से चाय बनाते हैं ना. कौन? थोड़ा का गैस में बनाया ना? नहीं, तुम्हारे मम्मी भी अच्छे से बनाते हैं. तुम्हारा बिस्कुट चाय चाहिए क्या? बिस्कुट नहीं. मुँह धोया, ब्रश किया? वो दे ब्रश किया. शुगर इन द मूड। चाय इन ससुराल. टन 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 टन. अब लोग केरल में गया था मैं, इतना क्या कितना ऐसा काम में दिखाई नहीं देते, ऐसा साथ देते हम लोग का। ये नहीं कि 1 लीटर देते। അത് മാത്രമല്ല ഗൈസ്, അപ്പം അമ്മക്കും എന്നെ ഈ പാക്ക് വെക്കുന്ന ഇഷ്ടമല്ല. നമ്മൾ ഇത്രയല്ലേ ഇവിടെ കുടിക്കുള്ളൂ. നോർമലി നോർത്ത് ഈസ്റ്റിലൊക്കെ ചെറിയ ഗ്ലാസ്സിലാണ് നമ്മൾ ചായ കുടിക്കുന്നത്. നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഗ്ലാസ്സിലല്ല തരുന്നത്. ഇത് ഞങ്ങൾ എന്തെങ്കിലും കുടിച്ചിട്ട് ബാക്കി വെക്കും. എല്ലാ ദിവസവും തെറി വെക്കുമായിരുന്നു. എല്ലാ ദിവസവും കുടിച്ചിട്ട് ബാക്കി വെക്കും. और वो भी दिन में 3-4 बार पीना पड़ता है। होटल में भी सेम देते हैं ना, बड़ा बड़ा। വീട്ടിൽ രാവിലെ പാൽ ചായ, വൈകുന്നേരം പാൽ ചായ. ഒട്ടും കുടിക്കാൻ പറ്റുന്നില്ല. അവസാനം ചായ കൂടി നിർത്തി നാട്ടിൽ ചെന്നിട്ട് 1 മാസത്തേക്ക്. കുടിച്ച് തീർക്കാൻ പറ്റത്തില്ല. കുടിച്ച് തീർത്തില്ലെങ്കിൽ പപ്പയുടെ അമ്മയുടെയും വക സ്പെഷ്യൽ ക്ലാസ്. ഡിഫിക്കൽട്ട് ഗൈസ്, ഡിഫിക്കൽട്ട് ഗൈസ്. ഇതാണ് മാഡത്തിൻ്റെ വീട്. സാങ്കർ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ആസാണ്ടായി ഫ്ലഡ് വാട്ടർ വരുന്ന കാരണമാണ് ഇവരിങ്ങനെ ഒരു 5 അടി 6 അടി മുകളിൽ വീട് വെക്കുന്നത്. സാങ്കർ. ഗൈസ്, ഇതാണ് നെല്ലുപുര. ഇങ്ങനെ ഒരു വീടിനോട് ചേർന്ന് ചെറിയ വീടുണ്ടാക്കി വെക്കും. ചെറിയ കുഞ്ഞു വീട്. मुस्को मिलने के लिए एक्सल तक का पाएगा बोला? ओ 1 ईयर तक. नेक्स्ट ऐसा दाल लगाएगा ना उस समय तक. अभी ये वाला हाथ से लगाते हैं ना. हाँ. वो करते तो वो भी मिल जाएगा ना. फिर ज़्यादा दिन जाएगा. एग्रीकल्चर इसीलिए थोड़ा बच जाते हैं खर्चा, फिर वो उसमें जाते. അരി മേടിക്കേണ്ടി വരില്ല. കറിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇവിടെയുള്ള ജീവിതം വളരെ ചിലവ് കുറവും അധികം ടെൻഷനില്ലാത്തത്. ഇവിടെ ഗുണമെന്ന് വെച്ചാൽ എല്ലാവരും 4 മണിക്കാണെങ്കിൽ 4 മണി. ഇത് ഇപ്പോൾ ഏതാണ്ട് 5 മണിക്ക് ടൈമാണ്. 5 o'clock. 5 o'clock ആണ് ഗൈസ്. 5 o'clock. ഇവിടെ എല്ലാവരും 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീറ്റ് വൈകുന്നേരം ഒരു 7:30 ആകുമ്പോൾ തുടങ്ങും. അതാണ് ഇവരുടെ ഒരു സിസ്റ്റം. ഇവിടെ എല്ലാം അടുത്തടുത്ത് വീടാണ്. മിക്ക വീടുകളും താമസം. കുറച്ചുകൂടെ പൈസയുള്ളവരാണ്.
നായി ഇങ്ങനെയാണ് ഇവരുടെ വീണ്ടും ഉള്ളശം. വെളിയിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ലിവിങ് റൂം വെട്ടമില്ല കേട്ടോ, കറണ്ടില്ല. ഇവിടെ ഒരു ബെഡ്റൂം, അത് കിച്ചൺ, ഇതിൻ്റെ അകത്തേക്ക് 2 റൂമുണ്ട്. ഇതാണ് കിച്ചൺ. ഡൈനിങ് ഹാളും ലിവിങ് റൂമും കിച്ചണും എല്ലാം ഒരുമിച്ചാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ലിവിങ് റൂം ഇവിടെ കിച്ചണാണ്. നമ്മളിങ്ങനെ കൊണ്ടുപോയി വാഷിംഗ് ഏരിയ. गाइस केरल में घर लेके जाके मुझको काम करवा रहा था. अभी मैं मेरे घर में लेके आके सब करवा रही हूँ. अभी मैं नहाने जा रही हूँ, इसके लिए लेमन काटने दिया. मैं घर आते तो ऐसा छोटा छोटा चीज देखती तो ऐसे फील करती मैं चाइना में हूँ. चाइनीज लोग का चाइना से है ना, चाइना बर्मा. तुम लोग सोच रहा होगा उन लोग का घर ऐसा है. ऐसा नहीं है, हम लोग बना नहीं सकते, लेकिन हम लोग का इधर साल में 2-3 बार फ्लूड आते हैं, पानी आते हैं. अच्छा घर नहीं बना सकते, इसलिए हम लोग नहीं बनाते. अच्छा ज़मीन लेके बनाएंगे, बाद में दिखाऊंगी. നല്ല വീട് ഉണ്ടാക്കണമെങ്കിൽ നല്ല ജമീൻ വേണം. ഇത് വെള്ളം കയറുന്നതുകൊണ്ട് going inside a small house, bend yourself and enter into the kitchen. വട്ടമില്ല guys. Wow, look at this. What? We have to take this one, Mom. इतना पानी देखो, बहुत पानी है. अच्छा नहीं मुझे. Hi, we are in your സസുറാൽ. ഇവിടുത്തെ നാരങ്ങ വ്യത്യാസമുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. खलवा बताता हूँ. इधर आओ, इधर आओ, इधर सामने सामने. ये हमारा आसाम का लेमन, ठीक है. केरल के छोटे छोटे ചെറിയ ഇത് ഇവിടുത്തെ ये वाला ना, ये वाला बहुत अच्छा भी बड़ा है. अभी नहीं आया है वो वाला. പിന്നെ ഇവർ നീളത്തിലാണ് മുറിക്കുള്ളൂ. इससे भी बड़ा वाला है इधर. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പോയി വട്ടത്തിലല്ല ഇവർ നീളത്തിൽ മുറിച്ചിട്ട് This is the real lemon. ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ ഞെക്കി ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് നീരിറങ്ങി വരും. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. इसको अंदर लेके जाना. So guys, we are going inside. This is a kitchen, okay? ചെറുതായിട്ട് കുനിഞ്ഞ് കയറിയ കിച്ചണായി. ഒറ്റയില്ല, ഇതാണ് ഇവിടെ പാചകം. പട്ടം വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ലിവിങ് റൂം. ഇവിടുത്തെ മാംബൂസ് വളരെ സ്പെഷ്യലാണെന്നാണ് പറയുന്നത്. മേഡം हाय. ബാമ്പു ഇവിടുത്തെ കൃഷിയാണ്. ബാമ്പു കൊണ്ടുള്ള വീട്, ബാമ്പു കൊണ്ടുള്ള വേലി, എല്ലാം ബാമ്പു കൊണ്ട്. എല്ലാം ബാമ്പോ. ऐसा बोलना. आ दिया. दे. അങ്ങനെ ചർച്ചിലെത്തിയാൽ കാണുന്നതാണ് ചർച്ച്. ചെറിയൊരു സ്റ്റോറി ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്തപ്പോഴത്തേനും ഇവിടെയുള്ള വില്ലേജിലുള്ള ആൾക്കാർ ഇവർ വിളിച്ച് നിർത്തി കുന്നുകളയെന്നൊക്കെ പറഞ്ഞൊരു ദിവസം മുഴുവൻ കൊല്ലാനൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ഇവർ എന്ത് ചെയ്തില്ല, നമ്മൾ സ്വീകരിച്ച ഫെയ്ത്ത് റിജക്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവരെന്ത് ചെയ്തു, വിശ്വാസത്തിന് നിലനിന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇവർ വർഷം ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറിയൊരു വീട്ടിലാണ്. അപ്പോൾ വരന്തി നിന്ന ചേച്ചിയുടെ വീട്ടിൽ
അതിനുശേഷം അവർക്കൊരു ചർച്ച് വേണമായിരുന്നു. അപ്പോൾ അപ്പുറം അവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം ഒരു ചർച്ച് വന്നു. നല്ലൊരു ബിൽഡിങ് അവിടെ വന്നപ്പോഴത്തേനും അവിടെ ഉണ്ടായിരുന്ന പഴയ ചർച്ച് അതുപോലെ തന്നെ ട്രാക്ടറിന് എടുത്തുകൊണ്ട് വെച്ചാൽ തൂണൊക്കെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ട്രാക്ടറിന് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്ത് വെച്ച ചർച്ച്. അങ്ങനെ ഇതിലിപ്പോൾ ഇവിടെ നിന്നാണ് ഇതിലിപ്പോൾ വർഷിപ്പ് ചെയ്യണം. അപ്പോൾ ഇത് ബിൽഡ് ചെയ്യാൻ പണിക്കൂലിയൊക്കെ വോളണ്ടറിലി ഹെൽപ്പ്. പിന്നെ നാട്ടിൽ നിന്ന് കുറേ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ. പിന്നെ ഒരു ആൻറ്റി ഫ്രം ഇസ്രായേൽ, പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന്, പിന്നെ ഇവരുടെ ഓഫറിങ്സ് എല്ലാം വെച്ച് ഇത് ബാക്കിയുള്ള എല്ലാം അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് കാണിച്ചേക്കാമേ. ചേരക്കാരെ മേടിച്ച ഇത് പ്രഭു പ്രാർത്ഥന ലോഡിസ് प्रार्थना हो हमार स्वर्गीय तुम्हारा नाम पूजनीय हो. ഓ എൻ്റെ വീട്ടിലായിരുന്നു ആദ്യത്തെ പ്രാർത്ഥന. ഹായ് ഗൈസ്, ഇത് നാട്ടിലെ ഈസാഫിൻ്റെ ഒരു സ്കൂളാണ്. അവരുടെ പ്രചോദൻ ഡെവലപ്മെൻറ്റ് സർവീസ്, പ്രചോദൻ ഡെവലപ്മെൻറ്റ് സർവീസസ് ഇസാഫ്, CSR ഇനിഷ്യേറ്റീവ് ഓഫ് CSR. ഞാൻ അസമിൽ വന്നപ്പോൾ നോർത്ത് ഈസ്റ്റ് വന്ന് ആദ്യമായിട്ട് വർക്ക് ചെയ്ത് ഇങ്ങോട്ടാണ് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. അങ്ങനെയാണ് എൻ്റെ നോർത്ത് ഈസ്റ്റ് എൻട്രി. ഈ സ്കൂൾ അടിപൊളി ക്യാമ്പസാണ്. പിന്നെ നല്ലൊരു സ്കൂൾ, ഒരു ബിൽഡിങ്, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, നല്ല ബിൽഡിങ്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്ലാസ് റൂംസ്, ബംബു വാൾ ക്ലാസ് റൂംസ് ഷോഡി വിത്ത് ഓൾ ഫെസിലിറ്റീസ് ലൈക്ക് അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഫിൽറ്റർ ഉണ്ട്, അതിൻ്റെ ബാക്ക് സൈഡ് നല്ല 2 ബാത്റൂം ഉണ്ട്, ക്ലാസ് റൂംസ്. ഇത് കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, പിന്നെ ബി ക്യാമ്പസ്. പിന്നെ അങ്ങ് അവിടെ കാണോ അങ്ങ് ടീച്ചേഴ്സ് കോട്ടേജ്, ഗസ്റ്റ് റൂം, ക്യൂട്ട് വരാന്ത. ഇതാണ് കോട്ടേജ്. ബാമ്പു കോട്ടേജ്, മൊത്തം ബാമ്പുവാണ്. പില്ലർ ഒഴികെ ബാക്കി എല്ലാം ബാമ്പു. കേസിൽ ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ വർക്ക് ചെയ്തപ്പോഴത്തേനും ഇവിടെ വന്നപ്പോഴത്തേനും ഈ മരം കണ്ട, ഇതും ഞാൻ നട്ടുവെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേനും ഈസാഫ് എനിക്കൊരു ട്രെയിനിങ് തന്നായിരുന്നു. ട്രെയിനിങ് വേണ്ടി അയച്ചായിരുന്നു, ലൈക്ക് എഫിക്കോറിൻ്റെ ട്രെയിനിങ്. ഇപ്പോൾ അതിലൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, എന്തായിരുന്നു, നേച്ചർ കെയറോ എന്തോ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രൊജക്റ്റ് ഇതിൻ്റെ പേരിൽ ട്രീസ് നട്ടുവെക്കണം. അങ്ങനെ നട്ടുവെച്ച് കുറേ ട്രീസ് ചത്തുപോയി. പക്ഷേ ഈ ട്രീ വലുതായി. ഇപ്പോൾ എത്ര വർഷമായി? 5 വർഷമോ, അറൗണ്ട് 5 years. ഇത്ര ട്രീസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ട്രീ ഓർണം. പിന്നെ ഇവിടെ ഒരു വേറെ സ്റ്റാഫ് ഉണ്ടെന്ന് റൂണോച്ചിൻ്റെ പേരുള്ളത്. പിന്നെ ആദം സാറ്, എല്ലാവരും കൂടെ അങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ ഈ ക്യാമ്പസിൽ ഓരോരോ മരം വെച്ച് പിടിപ്പിക്കും. ഒരെണ്ണമല്ല, 2-3 എണ്ണം വെച്ച് പിടിപ്പിക്കും.
ഈ ക്യാമ്പസിൽ റൗണ്ടിൽ മരങ്ങളുണ്ട്. നടുക്ക് വെച്ചത് മാത്രം വളരുന്നില്ല. ഇവിടുത്തെ മണ്ണ് മണലാണ്. നമ്മുടെ നാട്ടിലെ പോലെ നല്ല മണ്ണല്ല. ചിലയിടങ്ങളിലായിരുന്നു നല്ല മണ്ണുണ്ട്. നല്ല മണ്ണെടുത്ത് ചെടികൾ വരും. It's not working. ഹലോ, ഇതാണ് മജുള ഐലൻഡിൻ്റെ ബ്യൂട്ടി. ഈ ഐലൻഡ് ഏകദേശം അവസാന ഭാഗമായത്. അങ്ങ് തീർന്നിടത്ത് സുബാൻസിരി റിവർ. ആക്ച്വലി നേരത്തെ വളരെ റിസ്ക് എടുത്ത് കാണാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇന്ന് രണ്ടുപേരും ഈ ഇല്ലാത്തവരെ സ്കൂട്ടിയിൽ My dreams come true. ഒന്ന് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത്ര ദൂരമായ കാരണം ഇവിടുത്തെ ഫാമിലിക്ക് എഗ്രി ചെയ്യത്തില്ലായിരുന്നു. അപ്പം ഇവള് പറയും, ഇവളുടെ സ്വപ്നമായിരുന്നു ലൈക്ക് ഒരു ദിവസം ഇതുപോലെ ഫ്രീ ആയിട്ട് എല്ലാവരുടെ സമൂഹത്തോടെ ഇവരുടെ വില്ലേജിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുക. അത് ഇന്ന് സാധിച്ചു. गिर जाएगा, स्लिपरी है. ഫ്ലഡ് സീസൺ ആയ കാരണം റോഡിൽ വെള്ളം കയറും. ഇവിടെയൊക്കെ വെള്ളം കയറുന്ന ഏരിയയാണ്. ഇതൊക്കെ മൊത്തം വെള്ളത്തിനടിയിലാണ് ഏരിയ. ഈ മാസം വെള്ളം ഇറങ്ങിയിരിക്കുന്നു. മേ ബി എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിർബന്ധമില്ല. പക്ഷേ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, കുറച്ച് റിസ്ക് എടുക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് നിൽക്കാൻ കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ, പിന്നെ നമ്മൾ ചെയ്യുന്നത് റൈറ്റ് ആണെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഒറ്റ നിൽക്കുക, ഫൈറ്റ് ചെയ്യുക, നേടിയെടുക്കുക. ചിലപ്പോൾ ആൾക്കാർ പറയും ലൈക്ക് അവർ പറയും ഇറ്റ്സ് നോട്ട് എ റൈറ്റ് ഡിസിഷൻ. പക്ഷേ ഇപ്പം എൻ്റെ ഫാമിലിയും അത്ര സമയം. കാരണം നമ്മുടെ മലയാളികൾക്കൊരു ഉണ്ടല്ലോ ഒരു സ്റ്റീരിയോ ടൈപ്പ്, മലയാളി പെൺകുട്ടി വിവാഹം കഴിക്കണമെന്നുള്ളത്. പക്ഷേ ഞാൻ ഈ കുഞ്ഞിനെ കണ്ട ഞാൻ ഇവളോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ലൈക്ക് ഡിസ്റ്റൻസ്, ലാംഗ്വേജ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം പക്ഷേ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവളും ചെറുപ്പത്തിൽ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു വേറെ തുമ്പിലൊക്കെ ചൗതർത്ത് ഇതൊരാകും. ഇവൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ലൈക്ക് ഈ വില്ലേജിൽ നിന്നല്ലാണ്ട്, ഈ ആസാമിൽ നിന്നല്ലാണ്ട് വേറെ വിവാഹം കഴിക്കണമെന്ന്. കാരണം പക്ഷേ ഇവിടെ അറിയാമല്ലോ, എഡ്യൂക്കേഷനും ഒരു ഓപ്പർച്യൂണിറ്റീസൊന്നും കിട്ടത്തില്ല. ഇവൾക്കും വെളിയിൽ നിന്ന് ഒരു ചെറുക്കനെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് കിട്ടിയത്. പിന്നെ നമ്മളെ പറയുന്ന പോലെ എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ കറക്റ്റ് സമയത്ത് കണ്ടു, ഇഷ്ടപ്പെട്ടു. രണ്ട് ഫാമിലി സമ്മതിപ്പിക്കാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ എൻ്റെ പപ്പ അമ്മ ഇവിടെ വന്നു, ഉള്ള ഫാമിലിയെ കണ്ടു സംസാരിച്ചു. ആ ദിവസം അവർ സമ്മതിച്ചില്ല. പക്ഷേ സിസ്റ്റേഴ്സ്, മറ്റുള്ള ഫാമിലി അവരൊക്കെ വെളിയിൽ പഠിക്കുകയും നാട്ടിലൊക്കെ വർക്ക് ചെയ്തൊക്കെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അറിയാം ഔട്ട് സൈഡ്. പേരൻസിന് വെച്ചാൽ ഇവിടെ ഈ ഐലൻഡിൽ മാത്രം അധികം ദൂരം പോകാത്ത. അവസാനം ഇവർ അങ്ങനെ ആ ആഴ്ച സമ്മതിച്ചു. പിന്നെ പപ്പ അമ്മ വന്ന സമയത്ത് ചർച്ച വെച്ച് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ മാസം ഞങ്ങൾ നാട്ടിൽ പോയ ജൂലൈയിൽ. ഇപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് ആഗസ്റ്റ് അല്ലേ? ഇത് ആഗസ്റ്റിലാണ്. ഞങ്ങൾ ജൂലൈയിൽ ഞങ്ങൾ നാട്ടിൽ പോയി, കേരള പോയി. അവിടെ ഒരു മാസം നിന്നു. അവിടെ എല്ലാം കറങ്ങി. പിന്നെ ഇന്ന് വീണ്ടും തിരിച്ച് ഇവളുടെ വില്ലേജ്. ഞങ്ങളുടെ വില്ലേജ്, ഇവളുടെ വില്ലേജ്. അങ്ങനെ സോ ഓൾവേസ് സ്റ്റേ സ്ട്രോങ്. ഒരിക്കലും ചിന്തിക്കരുത് കറുത്ത് ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് എനിക്ക് സപ്പോർട്ട് ചെയ്യും. നമുക്കൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഗോൾസ്, നമ്മുടെ സക്സസ് ഒക്കെ നേടിയെടുക്കാൻ പറ്റും. ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ ഒറ്റ തിങ് നമുക്ക് തോന്നണം, ഓക്കെ ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ്, എൻ്റെ ഫ്യൂച്ചറിന് ഗുഡാണ്. അങ്ങനെയാണെങ്കിൽ we will have a good life, bros. We will have a good life. There's God.
ആക്ച്വലി ഈ ഏരിയ ചപ്പോരി എന്നാണ്. ചപ്പോരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കോടെ ചെറിയ ചെറിയ കൈവഴികളുണ്ടാവും. പുഴയിൽ നിന്ന് വരുന്ന വെള്ളം അല്ലെങ്കിൽ റിവറിൽ നിന്ന് വരുന്ന വെള്ളം. എത്ര ഫോട്ടോ എടുത്താലും നല്ലതല്ലെന്ന് പറയത്തുള്ളൂ. അങ്ങനെ ഒരു സാധനം ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഫോട്ടോ എടുത്ത് ഗ്രാസ് ലാൻഡ് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈക്ക് ഇങ്ങനെ ഇത്തിരി ഓപ്പൺ ഏരിയ നമുക്കുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ മതി, പിള്ളേർ കളിക്കുന്നതാണ് കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ് വെയിറ്റ്, ഐ വിൽ ഷോ യു. ഇവിടുത്തെ വ്യൂ എന്തോ അടിപൊളിയാണ്. ഈവനിങ്ങിൽ ഇറങ്ങി നടക്കാൻ സൂപ്പർ സ്ഥലമാണ്. അവിടെ പിള്ളേർ വോളിബോൾ കളിക്കുന്നുണ്ട്. ടൂർണമെൻറ്റ്സ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. പിന്നെ CM ഒക്കെ വരുമ്പോഴത്തേനും ഹെലികോപ്റ്റർ വന്നിറങ്ങുന്ന സ്ഥലം, പിന്നെ വലിയ മീറ്റിംഗ് നടത്തുന്ന സ്ഥലം. പിന്നെ ആക്ച്വലി ചപ്പോരീസ് എന്നാണ്. ചപ്പോരി സ്ഥലത്തിൻ്റെ പേര് മേജർ ചപ്പോരി എന്നാണ്. ചപ്പോരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിവർ ഐലൻഡിൻ്റെ ഉള്ളിലുള്ള വേറൊരു ഐലൻഡ് എന്നാണ് പറയാം. ഇവിടെ ആക്ച്വലി പശുക്കളെ മേയ്ക്കാൻ വേണ്ടിയാണ് ഈ ഏരിയ. ഇത് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്നത് റിവറാണെങ്കിൽ എല്ലാ വർഷവും ഈ മണ്ണ് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഈ ഐലൻഡ് ചെറുതായിക്കൊണ്ടിരിക്കണം. മജുളി കുറഞ്ഞെന്നാണ് പറയുന്നത്. ഈ മജുളി പറയുന്ന അടുത്ത 10 വർഷത്തിന് ശേഷം മജുലി ഉണ്ടാകില്ല എന്നൊക്കെയാണ് ജിയോ സർവേകൾ പറയുന്നത്. കാരണം എല്ലാ വർഷവും ഫ്ലഡ് വരുമ്പോഴത്തേനും ഈ ലാൻഡ് മണ്ണെടുത്തുകൊണ്ട് പോകും. ഇവിടെയൊക്കെ പണ്ട് നല്ല വില്ലേജുകളായിരുന്നു. പക്ഷെ മണ്ണെടുത്ത് ഇപ്പോൾ ഇതൊക്കെ ജസ്റ്റ് വേക്കൻ്റായിട്ട് കിടക്കുക. ജസ്റ്റ് എന്താ പറയുക, ഈ പശുക്കളെ മേയ്ക്കാൻ വേണ്ടി മാത്രം. The bridge, bamboo bridge. It's too difficult, man. Oh my God, yes. Oh Jesus. Subansiri River. വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഈ സാധനമാണ്. വെള്ളം വരുമ്പോഴത്തേനും ഇതിൽ മണ്ണ് തട്ടി നിൽക്കും. ഇവിടെ ബ്രിഡ്ജില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ബോട്ട് ഉപയോഗിക്കുന്നത് ഈ ഐലൻഡിൽ നിന്ന് വെളിയിൽ പോകാൻ വേണ്ടി. സൺസെറ്റ് മജുലി ഐലൻഡ്. ഈ ബോട്ട് ഈ ഐലൻഡിൽ വളരെ നെസസറി ആയിട്ടുള്ള സാധനമാണ്. ഇവർ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഈ ബോട്ട് വേണം. നമ്മുടെ നാട്ടിലെ ബൈക്ക് പോലെ ഒരു നെസസിറ്റി ഐറ്റമാണ് ഇത്. എല്ലാവരും വീട്ടിൽ കാണത്തില്ല, എന്നാലും മിക്കവാറും വീട്ടിൽ ബോട്ടുണ്ട്. പിന്നെ പുറകെ കാണുന്നത് വില്ലേജ് കട. അത്യാവശ്യം എല്ലാ സാധനവും കിട്ടും, എല്ലാ സാധനങ്ങളും തന്നെ കിട്ടും. അതുകൊണ്ട് അവർ ഈ ബോട്ട് ടാറിയ മീൻസ് വെയിൽ ആകുമ്പോഴത്തേനും ഇവരിത് ടാറ് കൊണ്ടത് കോട്ട് ചെയ്യണം, വെള്ളം കയറാണ്ടിരിക്കാൻ. പിന്നെ ലോങ് ലാസ്റ്റ് ചെയ്യും. ഇതിലൊരു 2-3 ബൈക്ക്, ഒരു 10 അറൗണ്ട് 10 ആൾക്കാർ ഒക്കെ ഇവരിതിനകത്ത് കൊണ്ടുപോകും.